കുറച്ചു സമയത്തേക്ക് ഒരു ശ്മശാനമുഖത അവിടെ തളം കെട്ടി നിന്നു. ഞാൻ പൊട്ടിച്ചിരിച്ചു. നിങ്ങൾക്ക് ഭ്രാന്താണ്, ഞാൻ പറഞ്ഞു. ഇല്ല, പോയിറോട്ട് ശബ്ദമുയർത്തി പറഞ്ഞു. ഞാൻ ഭ്രാന്തനല്ല. എൻ്റെ തലയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. തുടക്കം മുതൽ തന്നെ താങ്കളുടെ വിവരണങ്ങളിലെ പൊരുത്തക്കേടുകൾ ഞാൻ നോട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും സമയത്തെക്കുറിച്ചുള്ളത്. സമയത്തെക്കുറിച്ചുള്ളതോ? ഞാൻ പരിഹാസത്തോടെ ചോദിച്ചു. അതെ, അതുതന്നെ. താങ്കൾ ഉൾപ്പെടെ എല്ലാവരും ഒന്നുപോലെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം താങ്കൾ ഓർക്കുന്നുണ്ടാവണം. ഗേറ്റിൽ നിന്നും വീട്ടിലേക്കെത്താൻ വെറും 5 മിനിറ്റ് നടന്നാൽ മതി എന്നാണ് പറഞ്ഞത്. മറ്റൊരു കുറുക്കുവഴി ഉപയോഗിച്ചാൽ അതിലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എത്താനാകുമെന്നും പറഞ്ഞു. എന്നാൽ പാർക്കറുടെയും താങ്കളുടെയും സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് താങ്കൾ 9 മണിക്ക് 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ഫെൻലിയിൽ നിന്നും തിരിച്ചു പോയതെന്നാണ്. എന്നാൽ താങ്കൾ ഫെൻലിയുടെ ഗേറ്റ് കടന്നത് 9 മണിക്കാണ്. ആ രാത്രിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. ആ തണുപ്പിൽ അത്തരമൊരു സാഹചര്യത്തിൽ ചുറ്റിത്തിരിഞ്ഞു നടക്കാൻ ആരും ആഗ്രഹിക്കുകയില്ല. എന്നിട്ടും താങ്കൾക്ക് ഫെൻലിയുടെ ഗേറ്റ് കടക്കാൻ വെറും 5 മിനിറ്റ് മതിയാകുന്നിടത്ത് 10 മിനിറ്റ് സമയം വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, അക്രോയിഡിൻ്റെ സ്റ്റഡി റൂമിൻ്റെ ജനാലകൾ നിങ്ങൾ തന്നെയാണ് അടച്ചു പൂട്ടിയതെന്ന് പറയുന്നുണ്ട്. എന്നാൽ അത് അടച്ചിരുന്നുവോ എന്ന് പിന്നീടാരും പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടില്ല. അക്രോയിഡ് നിങ്ങളോട് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളത് ചെയ്തോ എന്ന് ഉറപ്പാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ജനാല അടച്ചിരുന്നില്ല എന്ന് സങ്കല്പിച്ചു നോക്കുക. അങ്ങനെയെങ്കിൽ ആ 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീടിൻ്റെ പിന്നിലേക്ക് ഓടിയെത്താനാവും. നിങ്ങളുടെ ഷൂസുകൾ മാറ്റിധരിക്കാനും ജനാല വഴി അകത്തേക്ക് വലിഞ്ഞു കയറി അക്രോയിഡിനെ കൊല്ലാനും അതിനുശേഷം കൃത്യം 9 മണിക്ക് തന്നെ ഗേറ്റിൽ തിരികെ എത്താനും നിങ്ങൾക്ക് കഴിയും. എന്നാൽ ഞാൻ ഈ സിദ്ധാന്തത്തെ മറ്റൊരു വഴിയിലൂടെയാണ് കണ്ടത്. തീർത്തും അസ്വസ്ഥനായിരുന്ന അക്രോയിഡ് ഈ സമയം കൊണ്ട് ഉറങ്ങിയിരുന്നെന്ന് പറയാനാവില്ല. നിങ്ങൾ ജനാല വഴി വലിഞ്ഞു കയറിയാൽ ആ ശബ്ദം അയാൾ കേൾക്കുകയും പിന്നീട് നിങ്ങളുമായി ഒരു മല്ലയുദ്ധം നടത്താനുമുള്ള സാധ്യതയുണ്ട്. ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. അക്രോയിഡിൻ്റെ കസേരയുടെ പിന്നിൽ നിന്നിരുന്ന നിങ്ങൾ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയത് അക്രോയിഡിനെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ്. കൃത്യം നടത്തിയതിനു ശേഷം മുൻവാതിലൂടെ പുറത്തിറങ്ങിയ നിങ്ങൾ ഓടി ഔട്ട് ഹൗസിന് മുന്നിലെത്തി. ബാഗിൽ സൂക്ഷിച്ചിരുന്ന റാൽഫിൻ്റെ ഷൂസുകൾ എടുത്തണിഞ്ഞിട്ട് ചെളിവെള്ളത്തിലൂടെ നടന്നു. എന്നിട്ട് ആ ഷൂസും ഇട്ടുകൊണ്ട് ജനാല വഴി അകത്തേക്ക് കയറി അവിടെയെല്ലാം ഷൂസിൻ്റെ പാടുകൾ സൃഷ്ടിച്ചു. സ്റ്റഡി റൂമിൻ്റെ വാതിൽ അകത്തു നിന്നും പൂട്ടിയത് നിങ്ങൾ തന്നെയാണ്. തുടർന്ന് ഔട്ട് ഹൗസിൽ തിരിച്ചെത്തിയ നിങ്ങൾ റാൽഫിൻ്റെ ഷൂസുകൾ മാറ്റി നിങ്ങളുടേത് ധരിച്ചിട്ട് ഗേറ്റിലേക്ക് ഓടിയെത്തി. നിങ്ങൾ മിസ്സിസ് അക്രോയിഡിനെ കാണാൻ പോയ ദിവസം ഇത് സ്വയം പരീക്ഷിച്ച് ഞാൻ ബോധ്യപ്പെട്ടതാണ്. ഇത്രയും ചെയ്തു തീർക്കുന്നതിന് 10 മിനിറ്റ് മതിയാകും. പിന്നീടാണ് നിങ്ങൾ വീട്ടിലെത്തിയത്. കൊലപാതകം ചെയ്തതിന് ശേഷം നിങ്ങൾ അക്രോയിഡിൻ്റെ സ്റ്റഡി റൂമിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആ ഡിക്റ്റാഫോണിൽ അക്രോയിഡിൻ്റെ ശബ്ദം വീണ്ടും 9:30 കേൾക്കത്തക്ക വിധം ട്യൂൺ ചെയ്തു വെച്ചു. എൻ്റെ പ്രിയപ്പെട്ട പോയിറോട്ട്, ഇത് പറയുമ്പോൾ എനിക്ക് പോലും തിരിച്ചറിയാനാകാത്ത വിധം എൻ്റെ ശബ്ദം പതറിപ്പോയിരുന്നു. നിങ്ങൾ ഈ കേസിനെ മറ്റെവിടേക്കോ വലിച്ചുകൊണ്ടു പോവുകയാണ്. അക്രോയിഡിനെ കൊന്നിട്ട് എനിക്ക് ഈ ഭൂമിയിൽ എന്ത് നേടാനാണ്? നിങ്ങളുടെ സുരക്ഷ, അതായിരുന്നു നിങ്ങൾക്ക് വേണ്ടത്. മിസ്സിസ് ഫെറാർസിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നത് നിങ്ങൾ തന്നെയായിരുന്നു. മിസ്റ്റർ ഫെറാർസ് എങ്ങനെയാണ് മരിച്ചതെന്ന് അയാളെ ചികിത്സിച്ച ഡോക്ടറായ താങ്കൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ മറ്റാർക്കാണ് അറിയാവുന്നത്. അന്ന് പൂന്തോട്ടത്തിൽ വെച്ച് നമ്മൾ തമ്മിൽ ആദ്യമായി സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് 1 വർഷം മുൻപ് ഒരു ഒസ്യത്ത് പ്രകാരം കുറെ പണം ലഭിച്ച കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? എന്നാൽ അങ്ങനെ ഒരു ഒസ്യത്ത് താങ്കൾക്ക് ലഭിച്ചതായി എൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്താനായില്ല. ആ പണം, അതായത് 20,000 പൗണ്ട് നിങ്ങൾ മിസ്സിസ് ഫെറാർസിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൈക്കലാക്കിയതാണ്. എന്നാൽ ആ പണം നിങ്ങൾക്ക് ഉപകരിച്ചില്ല. നിങ്ങളത് ഊഹക്കച്ചവടത്തിൽ മുടക്കി നഷ്ടപ്പെടുത്തി. അത്യാഗ്രഹിയായി മാറിയ നിങ്ങൾ കൂടുതൽ പണം ആവശ്യപ്പെട്ട് മിസ്സിസ് ഫെറാർസിനെ ഞെക്കിപ്പിടിക്കാൻ തുടങ്ങി. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയാണ് അവർ സ്വീകരിച്ചത്. ഈ സത്യം മിസ്റ്റർ അക്രോയിഡിൻ്റെ ചെവിയിലെത്തിയാൽ ഒരിക്കലും അയാൾ നിങ്ങളോട് പൊറുക്കുമായിരുന്നില്ല. നിങ്ങളെ അയാൾ നശിപ്പിച്ചു കളയുമായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ടെലിഫോൺ സന്ദേശത്തിൻ്റെ കാര്യമോ? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടാകുമല്ലോ, ഞാൻ ചോദിച്ചു. കിങ്സ് ആബർട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചതായി പറയുന്ന ആ ഫോൺ സന്ദേശം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ഒന്നായിരുന്നുവെന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം സംശയിച്ചത് ഈ ടെലിഫോൺ സന്ദേശത്തിൻ്റെ കഥ നിങ്ങൾ തന്നെ കെട്ടിച്ചമച്ചതാണെന്നാണ്. തികച്ചും ബുദ്ധിപരമായൊരു കഥ. നിങ്ങൾക്ക് ഫെൻലിയിലേക്ക് തിരിച്ചെത്തുന്നതിനും
നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിക്റ്റാഫോൺ അവിടെ നിന്ന് മാറ്റുന്നതിനുമുള്ള ഒരു തന്ത്രമായിട്ടാണ് ഞാൻ അതിനെ കണ്ടിരുന്നത്. കാര്യം സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതിനായി ഞാൻ നിങ്ങളുടെ സഹോദരിയെ തന്നെ ഉപയോഗിച്ചു. വെള്ളിയാഴ്ച രാവിലെ താങ്കളെ കാണാനായി എത്തിയ രോഗികളുടെ വിവരങ്ങൾ ഞാൻ അവരിൽ നിന്നും ശേഖരിച്ചു. ആ സമയത്തൊന്നും മിസ് റസൽ എൻ്റെ ചിന്തയിലേ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ വരവ് എനിക്ക് അനുഗ്രഹമായി. യഥാർത്ഥ വിഷയം നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നതിന് അതെന്നെ സഹായിച്ചു. ഞാൻ എന്താണോ അന്വേഷിച്ചത് അത് ഞാൻ കണ്ടെത്തുകയും ചെയ്തു. അന്നു രാവിലെ നിങ്ങളെ കാണാനെത്തിയ രോഗികളിൽ ഒരു അമേരിക്കൻ കപ്പൽ ജീവനക്കാരനും ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം കിങ്സ് ആബട്ടിൽ നിന്നും ലിവർപൂളിലേക്ക് പോകുന്ന ട്രെയിനിൽ അയാളും യാത്രക്കാരനായി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ കണക്കുകൂട്ടി. ഓറിയോൺ എന്നു പേരിലുള്ള ആ കപ്പൽ ശനിയാഴ്ച തന്നെ ലിവർപൂൾ തുറമുഖത്തു നിന്നും യാത്ര തിരിച്ചതായും ഞാൻ മനസ്സിലാക്കി. ഞാൻ അയാളുടെ പേര് കണ്ടെത്തുകയും ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അയാൾക്കൊരു വയർലെസ് സന്ദേശം അയക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് കിട്ടിയ സന്ദേശം അയാളിൽ നിന്നുള്ള മറുപടിയായിരുന്നു. ആ സന്ദേശം അയാൾ എൻ്റെ കയ്യിൽ തന്നു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ശരിയാണ്, ഒരു രോഗിയുടെ വീട്ടിൽ ഒരു കുറിപ്പ് കൊടുക്കുന്നതിനായി ഡോക്ടർ ഷെപ്പേഡ് എൻ്റെ കയ്യിൽ തന്നയച്ചിരുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടി റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ എന്നെ വിളിച്ചറിയിക്കണമെന്നും പറഞ്ഞിരുന്നു. മറുപടിയൊന്നും കിട്ടാത്തതിനാൽ ഒന്നും പറഞ്ഞില്ല എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. തീർത്തും ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അത്. ആ ടെലിഫോൺ സന്ദേശം സത്യമായിരുന്നു. നിങ്ങൾ ഫോൺ എടുക്കുന്നത് നിങ്ങളുടെ സഹോദരി കണ്ടതുമാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞത് മാത്രമേ അവരും കേട്ടിട്ടുള്ളൂ. ഞാൻ പരിഹസിച്ചു ചിരിച്ചു. കൊള്ളാം, എല്ലാ കഥകളും വളരെയേറെ രസകരമായിരിക്കുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇതെല്ലാം വെറും രാഷ്ട്രീയ കഥകൾ പോലെ തന്നെ. നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. നാളെ പ്രഭാതത്തിൽ തന്നെ സത്യം ഞാൻ ഇൻസ്പെക്ടർ റഗിലാനെ അറിയിക്കും. എന്നാൽ നിങ്ങളുടെ സഹോദരിയെ കരുതി, അവരുടെ നന്മയെ കരുതി മാത്രം ഞാൻ നിങ്ങൾക്കായി ഒരു വഴി പറഞ്ഞു തരാം. ഒരുപക്ഷെ അത് ഓവർഡോസായി മാറിയ ഉറക്ക ഗുളികകളുടെ ഫലം നിങ്ങൾക്കുണ്ടാക്കും. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ അന്വേഷണ കഥ പൂർത്തിയാക്കണം. പക്ഷേ അതിൽ നിന്നും റാൽഫ് പേറ്റനെ നിങ്ങൾ കുറ്റവിമുക്തനാക്കുകയും വേണം. നേരത്തെ നിങ്ങൾ വിട്ടുകളഞ്ഞതെല്ലാം അതിൽ കൂട്ടിച്ചേർക്കുകയും വേണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൊള്ളാം, നല്ലത് തന്നെ. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെന്ന് ഉറപ്പാണോ? നിങ്ങളക്കാര്യം ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മിസ്റ്റർ അക്രോയിഡിനെ നിശബ്ദനാക്കിയതുപോലെ നിങ്ങൾ എന്നെയും നിശബ്ദനാക്കാനാണ് മോഹിക്കുന്നതെങ്കിൽ അത് തികച്ചും ബുദ്ധിശൂന്യമായിരിക്കും. അത്തരത്തിലുള്ള യാതൊരു അഭ്യാസവും ഈ ഹെർക്യൂൾ പൊയ്റോട്ടിന് മുന്നിൽ വിലപ്പോവില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട പൊയ്റോട്ട്, എന്തെല്ലാം പറഞ്ഞാലും ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾ കരുതരുത്. ഞാൻ ചിരിച്ചു, എന്നിട്ട് എഴുന്നേറ്റു. ശരി, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ സായാഹ്നം വളരെ മനോഹരമാക്കി തന്നതിന് താങ്കളോട് നന്ദിയുണ്ട്. പൊയ്റോട്ട് എഴുന്നേറ്റു ഉപചാരപൂർവ്വം തലകുനിച്ചു. ഞാൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി.